വീണ്ടും സർക്കാർ ഗവർണർ പോര് തുടങ്ങുകയാണ്. സന്ധിയില്ലാ യുദ്ധവുമായി ഗവർണർ രംഗത്തിറങ്ങുമ്പോൾ പിണറായി വിജയൻ പഴയതുപോലെ ഗവർണറുടെ മുന്നിൽ മുട്ടിടിച്ച് നിൽക്കേണ്ട അവസ്ഥയുണ്ടാകുമോ? തീർച്ചയായിട്ടും. അതായത് കേരളത്തിലെ ലഹരി കേസുകൾ വല്ലാതെ വർദ്ധിക്കുന്നു. ഒരു സ്വൈര്യ ജീവിതത്തിന് തടസ്സമായി പുതിയ തലമുറയാകെ ലഹരിയിൽ അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്ന ദുഃഖകരമായ സത്യം, ആ നഗ്ന സത്യം നമ്മൾ വിളിച്ചു പറഞ്ഞേ പറ്റുള്ളൂ. നമ്മുടെ കേരളം ഭയങ്കര സംഭവമാണ്, കേരളം ആനയാണ് എന്നൊന്നും പറഞ്ഞ കാര്യമില്ല. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടികളും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത, ഈ 9 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ലഹരിക്ക് അഡിക്റ്റ് ആയിട്ട് സ്വന്തം പെങ്ങൾക്ക് ലഹരി കൊടുക്കുന്നു, പെങ്ങളെ പീഡിപ്പിക്കുന്നു. എന്നിട്ട് ഈ കുഞ്ഞിന് ഈ കുട്ടിക്ക് ലഹരിയുടെ അഡിക്റ്റായിട്ട് അത് വല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ കാണിച്ച് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ഈ കുഞ്ഞിനും ലഹരി കൊടുത്തുകൊണ്ടിരുന്നു എന്ന സത്യം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കൈകളിലേക്ക് പോലും എത്താവുന്ന രീതിയിലേക്ക് ലഹരി കേരളത്തിൽ ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ അതിനൊന്നും ഇവിടെയുള്ള ആളുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പം ഈ ലഹരിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ വരികയും 2025 വർഷത്തിലേക്ക് നമ്മൾ കടന്നപ്പോൾ ജനുവരി മുതൽ ഈ മാർച്ച് വരെയുള്ള ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, പിന്നെ ഈ പറയുന്നത് പോലെ വീട്ടിൽ കയറിയുള്ളതല്ലേ, പ്രേമ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനെല്ലാം പുറകിൽ ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏകദേശം 50% കേസുകളിലും ലഹരിയുടെ നേരിട്ടോ അല്ലാതെയോ ഉള്ള പങ്കുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ കണക്കുകൾ പുറത്തു വരുന്ന സമയത്ത് കേരളത്തിലെ ചില സൈബർ സഖാക്കളും അങ്ങനത്തെ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ വളരെ ശക്തമായൊരു ഗവൺമെൻറ് ഉണ്ട്, കേരളത്തിൽ വളരെ ശക്തമായ പോലീസുണ്ട്, കേരളത്തിൽ വളരെ ശക്തമായ എക്സൈസ് ഉണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ എക്സൈസിനും പോലീസിനും ഒന്നും ഇത് തടയാൻ കഴിയാത്തത്? കഴിഞ്ഞ ഒരു 8 വർഷമായി, ഇപ്പം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 8 വർഷമായി ഇവരുടെ ആഭ്യന്തര വകുപ്പും ഈ പറയുന്ന എക്സൈസും ഒക്കെ ഭരിക്കാൻ തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണ് ഇവർക്കൊരു നടപടി എടുക്കാൻ കഴിയാത്തത്? ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അന്ധമായ ന്യായീകരണവും ഈ പറയുന്ന എവിടെ നിന്നൊക്കെ ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന കാര്യത്തിലൊക്കെ കൃത്യമായ അറിവുണ്ടായിട്ടും ഇത് നടപടിയെടുക്കാതെ പോവുകയാണ്. ഇപ്പോൾ ഒരു വല്ലാത്ത റെയ്ഡ് തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം 300 കേസ് പിടിക്കുന്നു, ഈ മൊത്ത വിൽപ്പനക്കാരനെ പിടിക്കുന്നു, BCA വിദ്യാർത്ഥിയാണ് പിടിക്കപ്പെട്ട ആൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ പുത്തൻ ഒരു വിപ്ലവം ഞങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന നിലയിലേക്കൊക്കെയാണ് സർക്കാർ പറയുന്നത്. ഇവിടെ ആ ഒരു ഗതികെട്ട രീതിയിലേക്ക് ഇവിടെ ആളുകൾ നിൽക്കുന്ന സമയത്താണ് ഗവർണറുടെ പുതിയ ഒരു ഇടപെടൽ, ഒരു ആശ്വാസകരമാകുന്ന ഇടപെടൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് പറയാം. അതായത് ഗവർണർ കൃത്യമായിട്ട് പറയുന്നു, സർവകലാശാലകളിൽ, കോളേജുകളിൽ, അതായത് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ ഈ പറയുന്ന ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കർശനമായ നടപടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം VC-മാരുടെ യോഗം വിളിച്ചു. VC-മാരുടെ യോഗം വിളിച്ചതിൽ ഈ മറ്റ് എല്ലാ അതായത് ഗവർണർക്ക് കീഴിലുള്ള സർവകലാശാലകൾ മാത്രമല്ല, കാർഷിക സർവകലാശാലയും മലയാള സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലകളും അതിൽ പങ്കെടുക്കണമെന്ന് ഗവർണർ കർശനമായി പറഞ്ഞിരുന്നു. അത് സർക്കാർ ഒരു തരത്തിലും തടഞ്ഞിട്ടില്ല. അവിടെ VC-മാരുടെ യോഗം നടന്നു. VC-മാരുടെ യോഗത്തിൽ ചർച്ച ചെയ്തത് എങ്ങനെയൊക്കെ ക്യാമ്പസുകളിൽ ലഹരി എത്തുന്നത് തടയാം, എങ്ങനെ ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ ഈ കാര്യത്തിൽ ബോധവൽക്കരിക്കാം, ഈ പോലീസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ ഒരു സഹകരണം എങ്ങനെ ഈ കാര്യത്തിൽ ഉറപ്പുവരുത്താം, ഇതിലൊരു മാസ്റ്റർ ആക്ഷൻ പ്ലാൻ എങ്ങനെ തയ്യാറാക്കാം എന്ന കാര്യത്തിൽ വിശാലമായ ചർച്ച ഗവർണർ നടത്തി എന്നുള്ളതാണ്. നമ്മുടെ വിദ്യാലയങ്ങളിലാണ് ഈ കുട്ടികളെ ലഹരിക്ക് അടിമപ്പെടുത്തുകയും അങ്ങനെ ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കി കളയുന്ന, ഒരു തലമുറയെ തന്നെ നശിപ്പിച്ച് കളയുന്ന ഈ ലഹരിക്ക് എതിരെ പോരാട്ടം തുടരണമെങ്കിൽ അത് ഒരു കോളേജ് ക്യാമ്പസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്കൂൾ തലങ്ങളിൽ നിന്ന് ആരംഭിക്കണമെന്ന ഗവർണറുടെ ഏറ്റവും വലിയ ആ ഒരു കാഴ്ചപ്പാടാണ് ഗവർണർ അതിലൂടെ നടപ്പിലാക്കിയത്. ഒന്ന്. രണ്ടാമത്തത്, ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൂടെ ഇടപെടേണ്ട ഒരു കാര്യമുണ്ട്. കാരണം 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് മുതൽ ആരംഭിക്കുന്നുണ്ട്. ഈ പറയുന്ന UP സ്കൂളിലെ കുട്ടികൾക്ക് പോലും ലഹരി കിട്ടുകയാണ്. ഇതെല്ലാം കൃത്യമായി അന്വേഷിച്ച് ഇതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണമെന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ സർവകലാശാലയിലെയും VC-മാരെ പ്രത്യേകം വിളിച്ചിരുത്തി അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇവിടേക്ക് ലഹരി എത്തുന്നത്, ലഹരി കേസുകൾ ഏതൊക്കെയാണ്, സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ലഹരി കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ലഹരി മൂലം അവിടെ ആക്രമങ്ങൾ നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും കുട്ടികളെ ആക്രമിച്ചിട്ടുണ്ടോ, റാഗിങ്ങിൻ്റെ വിഷയങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, സിദ്ധാർത്ഥൻ്റെ വിഷയങ്ങളൊക്കെ അറിയാം. അതായത് വെറ്റിനറി കോളേജിൽ കേവാസൂല് നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ആ കോളേജുമായി ബന്ധപ്പെട്ട് നടന്ന റാഗിങ്ങിൽ ഉൾപ്പെടെ
ഈ ലഹരിയുടെ ഉപയോഗം ഉണ്ടായിരുന്നോ, ലഹരിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? പല റാഗിംഗ് കേസുകളിലും ലഹരി ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ പല രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പേരിലും പല ഉന്നത ഇടപെടലുകളുടെ ഭാഗമായിട്ടൊക്കെ ഈ ലഹരി എന്നുള്ളത് പോലീസും എല്ലാം വെട്ടിമാറ്റിക്കളയും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഇൻഡിവിജ്വൽ കേസുകളടക്കം ഗവർണർ എടുത്ത് ചോദിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് മാപ്പ് കൊടുക്കുന്ന രീതിയുണ്ടല്ലോ. ഒരു തവണ ലഹരി ഉപയോഗിച്ചു, ശരി മാപ്പ് തന്നിരിക്കുന്നു, ഇനി നീ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു പോകും. പിന്നീട് ഈ വിദ്യാർത്ഥി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഈ വിദ്യാർത്ഥി ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർ സംവിധാനം ഈ പറയുന്ന കോളേജുകളിൽ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇല്ല എന്ന് പറയാം. കാരണം ഈ കുട്ടിയുടെ പുറകെ നടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം കേസുകളിൽ മാപ്പ് കൊടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഗവർണർ ഈ പറയുന്ന സർവകലാശാല വിസിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏറ്റവും നല്ല തീരുമാനമാണ്. പിന്നീട് ഈ ലഹരി കിട്ടുന്ന വഴികൾ, അതായത് ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഇത് ചോദ്യം ചെയ്ത് അവർക്കത് നടപടിയെടുക്കുക മാത്രമല്ല, ഇവർക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്, എങ്ങനെയാണ് ഇത് കിട്ടിയത്, ആരെത്തിച്ചു, ഈ കാര്യങ്ങൾ കൂടെ പറയാനും ഇവരുടെ രക്ഷിതാക്കളിലേക്ക് കൃത്യമായി കാര്യങ്ങൾ എത്തിക്കാനും ഇത്തരം ലഹരി കേസുകൾ വരുമ്പോൾ അത് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്താനും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ആര് കൊടുത്തിട്ടുണ്ട്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ കേരളത്തിലെ സർക്കാരിനോ ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്കുള്ളൊരു കാര്യമാണ് ഗവർണർ ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ എളമക്കര എന്ന് പറയുന്ന സ്ഥലത്ത്, ഇവിടെ നമ്മൾ തൊട്ടടുത്ത് എളമക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അവിടെ ഇങ്ങനെ ഈ 9ാം ക്ലാസ്സുകാരൻ ലഹരി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അത്തരത്തിലൊരു കേസ് വന്നപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഇത്തരത്തിലുള്ള കേസുകളുടെ ഒരു എന്താ പറയുക, നമ്മളിപ്പം നമ്മളുടെ ഒരു വിവരം കൊടുക്കുമല്ലോ പോലീസ് സ്റ്റേഷനുകളിൽ, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് വിവരം കൊടുക്കുമ്പോൾ പോലീസ് അത് അന്വേഷിക്കുകയും സത്യസന്ധമാണ് എന്ന് മനസ്സിലായിട്ട് കൂടി ഇത് മൂടി വെക്കുന്നു. എളമക്കര പോലീസ് മുമ്പ് നടന്നിട്ടുള്ള പല കേസുകളും മൂടിവെച്ചു എന്ന ഗുരുതരമായ ആരോപണം വരുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം നടക്കുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ അതൊക്കെ മൂടിവെക്കുന്ന ഒരു സമീപനം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. വെറുതെ പോലീസ് ചെയ്യുമോ? ചെയ്യില്ല. ഉന്നതന്മാരുടെ ഇടപെടൽ മൂലം മാത്രമേ പോലീസ് ചെയ്യുള്ളൂ. ഇങ്ങനെയാണ് ലഹരി മാഫിയയെ സഹായിക്കുന്നത്. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ ഗവർണർ ചോദിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേതായി ഗവർണർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് DGPയെ, അതായത് എനിക്ക് തോന്നുന്നു DGPയെയും അതുപോലെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGPയോടും ഒരു സമഗ്രമായ റിപ്പോർട്ട് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ലഹരിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ? ഇതെങ്ങനെയാണ് നിങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? എവിടെ നിന്നാണ് ലഹരി കേരളത്തിലേക്ക് വരുന്നത്? ആരാണ് ലഹരി കൊണ്ടുവരുന്നത്? ഈ ഒരാളിൽ നിന്ന് ലഹരി പിടിച്ചു കഴിഞ്ഞാൽ അതിന് അവർക്ക് കൊടുക്കുന്ന ഏജന്റ് ആരാണ്? ഇതിൻ്റെ മൊത്ത വിൽപ്പനക്കാരാണ് ആരാണ്? അല്ലെങ്കിൽ ഇവർക്ക് ഇവിടെ ഇത് എത്തിക്കാൻ സഹായം നൽകുന്ന ആളാരാണ്? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ കാര്യങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് കൃത്യമായൊരു റിപ്പോർട്ടും അത് ഇനി അത്തരത്തിലല്ലെങ്കിൽ അത് നേരിടാൻ ആവശ്യമായ ഒരു മാസ്റ്റർ പ്ലാനും തയ്യാറാക്കാൻ വേണ്ടി ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ചരിത്രമാണ്. കാരണം കേരളത്തിലെ ഓരോ ഗവർണർമാർ പോലും ഗവർണറൊക്കെ പാവയായി ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതെ ഒരു തരത്തിലും ഇത്തരം കേസുകളിലൊന്നും ഇടപെടാറില്ലായിരുന്നു. പക്ഷെ ഗവർണറുടെ അധികാരം ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന് ഇതിനൊരു തുടക്കമിട്ടതിന് ശേഷം പുതിയതായി വന്ന രാജേന്ദ്ര അർലേക്കറും ഈ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് കൃത്യമായി DGPയോട് ഇത് സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനും എക്സൈസിനും ഇനി നോക്കിയിരിക്കാൻ കഴിയത്തില്ല. അവർക്കിത് കാണിക്കേണ്ടി വരും. ഈ പാലക്കാട് കഞ്ചിക്കോട് ഈ ആസാമിൽ നിന്നെങ്ങാൻ താമസിക്കുന്ന ഒരു വ്യക്തി, അയാൾ ഈ കേരളത്തിൽ കഴിഞ്ഞ 4-5 വർഷങ്ങളായി ലഹരി വിറ്റുകൊണ്ട് മാത്രം കോടീശ്വരനായി. അയാൾ അവിടെ വീട് വെച്ചു, അയാൾ ഭാര്യസമേതം ജീവിക്കുകയാണ് അവിടെ. ഇപ്പോൾ അയാളെ ലഹരി ഉൾപ്പെടെ പൊക്കിയപ്പോഴാണ് ഈ ഒരു കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ലഹരി ഉൾപ്പെടെ കാര്യങ്ങൾ പൊക്കിയ സമയത്ത് ഇവർക്ക് ഈ കാര്യം മനസ്സിലാകുമ്പോൾ എന്താ ഇവർ ചെയ്യേണ്ടത്? നടപടിയെടുക്കണ്ടേ? ഇതുവരെ ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. ഈ കാര്യങ്ങളെ പറ്റിയൊന്നും ഇവർക്ക് ബോധമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഗവർണറുടെ ഈ ഇടപെടൽ എന്ന് പറയുന്നത് പോലീസിന് കൃത്യമായി മുന്നോട്ട് പോകാനും പോലീസിന് കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു വഴിയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ രാജേന്ദ്ര അർലേക്കറുടെ ഈ ഇടപെടൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ലഹരി മാഫിയയെ പിടിച്ചു നിർത്താനുള്ള ഒരു നല്ല മരുന്നാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.